നമസ്കാരം. ഇണങ്ങിയും പിണങ്ങിയും ഇന്ത്യ ചൈന ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാതെ, അതല്ലെങ്കിൽ ഒന്നും അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ തൊട്ടപ്പുറത്തൊരു കക്ഷിയിരിപ്പുണ്ട്. ആരാണ് എന്നാണ് ചോദിക്കാൻ വാ തുറക്കുന്നതെങ്കിൽ പറയാം, അത് മറ്റാരുമല്ല, സാക്ഷാൽ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ നാട്ടുഭാഷയിൽ പറഞ്ഞ ശകുനിയുടെ ബുദ്ധിയുമായി ഇറങ്ങിയിരിക്കുന്ന അമേരിക്ക തന്നെയാണ്. അതായത് ഇന്ത്യ ആരുമായി സൗഹൃദം സ്ഥാപിച്ചാലും അതൊന്നും സഹിക്കാനുള്ള കെൽപ്പ് അമേരിക്കയ്ക്ക് ഇല്ല. അതായത് തങ്ങൾ മാത്രമാണ് കേമന്മാർ, ബാക്കി എല്ലാവരും മോശക്കാര്. ഇതാണ് അമേരിക്കയുടെ ഒരു രീതി. റഷ്യൻ വിഷയത്തിൽ ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിച്ചതൊന്നും കിട്ടില്ലെന്ന് മനസ്സിലായതും ചെറുതായിട്ട് ആ ലൈൻ ഒന്നങ്ങ് മാറ്റി പിടിച്ചിരിക്കുകയാണ് അമേരിക്ക. പിന്നെ ആ കയറ്റം അങ്ങ് ചൈനയുടെ മെക്കിട്ടാകാമെന്നും കരുതി. അതുകൊണ്ടാണ് ഒന്നൊന്നായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച ഇന്ത്യ ചൈന ബന്ധത്തിൽ എങ്ങനെ ഒരു വിള്ളൽ വീഴ്ത്താം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിർണായക അഭിപ്രായ സമന്വയത്തിലെത്തുകയും അതിനായി പ്രത്യേക സമിതി രൂപീകരിക്കുകയും പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു. അതായത് ഇന്ത്യ ചൈന ബന്ധം ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഊന്നിയുള്ളതല്ല എന്നതും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടോ നടപടികൾ കൊണ്ടോ അല്ല നിർണയിക്കപ്പെടുന്നത്. പരസ്പരം സഹായിക്കുന്ന, ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായാണ് ഇരു രാജ്യങ്ങളും തുടരുന്നത്. എന്നാൽ ഈ രീതിക്ക് തുരങ്കം വെച്ച് നശിപ്പിക്കാം എന്നാണ് അമേരിക്കയുടെ തീരുമാനം. എന്നാൽ ആ തീരുമാനമൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. എന്തായാലും അമേരിക്കയുടെ പുതിയ കുത്തിത്തിരിപ്പ് അറിയണ്ടേ? ഇന്ത്യൻ സൈനികർക്കു നേരെ ചൈന ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധം ഉപയോഗിച്ചെന്ന പരാമർശവുമായാണ് US സെനറ്റർ ബിൽ ഹാർഡർ എത്തിയിരിക്കുന്നത്. 5 കൊല്ലം മുമ്പ് ഇന്ത്യയുമായി ഉണ്ടായ അതിർത്തി തർക്ക വേളയിൽ ചൈന ഈ ആയുധം ഉപയോഗിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ടെന്നസിയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റാണ് ഇദ്ദേഹം. US ഇന്ത്യ ബന്ധത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയായിരുന്നു ഈ ബില്ലിന്റെ പരാമർശം വന്നത്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നീരസത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഒരു നീണ്ട ചരിത്രമുണ്ടെന്ന്, അതായത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കഷ്ടിച്ച് 5 വർഷം മുമ്പ് ഒരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ ചൈനയും ഇന്ത്യയും ഏറ്റുമുട്ടുകയും ഇന്ത്യൻ സൈനികരെ അക്ഷരാർത്ഥത്തിൽ ഉരുക്കിക്കളയാൻ ചൈന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധം പ്രയോഗിക്കുകയും ചെയ്തു എന്നും, അവർ വെടിയുണ്ടകൾ ഉപയോഗിച്ചില്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ആയുധമാണ് ഉപയോഗിച്ചതെന്നും ബില്ലിൽ പറയുന്നുണ്ട്. 2020 നടന്ന ഗാൽവാൻ സംഘർഷത്തെ കുറിച്ചാകാം ബിൽ പറഞ്ഞതെങ്കിലും സന്ദർഭം ഏതാണെന്ന് അങ്ങോട്ട് വ്യക്തമാക്കിയിട്ടില്ല. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യ ചൈന ബന്ധം ശക്തമാകുമെന്ന സൂചനകളാണ് അത് നൽകിയത്. എന്നാൽ ഇതിൽ US കടുത്ത നീരസമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് US സെനറ്ററുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. എന്തൊക്കെ പരാമർശവുമായി അമേരിക്ക എത്തിയാലും ഇനി ഇന്ത്യ ചൈന ബന്ധം തകരില്ല എന്നത് തികച്ചും സത്യമായ കാര്യമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച